Hi friends, നമ്മൾ Q4 റിസൾട്ട് സീസണിലേക്ക് ഓൾറെഡി കടന്നു. റിസൾട്ട് പതുക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ ആഴ്ച മുതൽ സീസൺ കുറച്ചുകൂടെ ഒരു ഫാസ്റ്റിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ Q4 റിസൾട്ട് കയറാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വാല്യുവേഷൻ വല്ലാതെ സ്ട്രെച്ചഡാണ്. ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ മാർച്ച് മാസം കുറച്ച് കറക്ഷൻ വന്നെങ്കിൽ പോലും സ്റ്റിൽ വാല്യുവേഷൻ വൈസ് സ്റ്റോക്സ് എല്ലാം വല്ലാതെ സ്ട്രെച്ചഡാണ്. എങ്ങനെ സ്ട്രെച്ചഡ് വാല്യുവേഷനുള്ള ഒരു എൻവയറമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന റിസൾട്ട് അല്ലെങ്കിൽ വാല്യുവേഷനെ സീരിയസ് ആയിട്ട് ബാധിക്കും. സ്റ്റോക്കിൻ്റെ പ്രൈസൊക്കെ താഴെ പോലുള്ള സാധ്യതകളുണ്ട്. പ്ലസ് ബേസിക്കലി EPS ഏർണിങ്സ് പെർ ഷെയർ സ്ട്രോങ് ആയിട്ട് വന്നാൽ മാത്രമേ വാല്യുവേഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, EPS സ്ട്രോങ് ആയിട്ട് വരണമെങ്കിൽ EBITDA സ്ട്രോങ് ആയിട്ട് വരണം. EBITDA സ്ട്രോങ് ആയിട്ട് വരണമെങ്കിൽ ടോപ്പ് ലൈൻ ഗ്രോത്ത് സ്ട്രോങ് ആയിട്ട് വരണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സ്പെൻസ് പാർട്ട് വളരെ കൺട്രോൾഡ് ആയിരിക്കണം. ഇത്തവണത്തെ ഏറ്റവും വലിയ ഇഷ്യൂ US-ലെ ഇൻഫ്ലേഷനും US-ലെ CPI കഴിഞ്ഞ ആഴ്ച വന്ന ഡേറ്റയ്ക്ക് അതീതമായിട്ട്, കഴിഞ്ഞ ആഴ്ച വന്ന ഡേറ്റ കുറച്ച് വീക്കായിരുന്നു. ഇൻഫ്ലേഷൻ US-ൽ ഇതുവരെ കണ്ടന്റ് എന്ന ലെവലിലേക്ക് എത്തിയിട്ട്, അപ്പോൾ ഈ രണ്ട് ഡേറ്റയ്ക്ക് അതീതമായിട്ട് ഇത്തവണ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ റെഡ് സീ ലോജിസ്റ്റിക് ഇഷ്യൂ ആണ് ഫേസ് ചെയ്യുന്നത്. റെഡ് സീ വഴിയുള്ള ലോജിസ്റ്റിക്സിൽ പല കമ്പനികളും കൂടുതലായിട്ടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നു. അത് അവരുടെ നെറ്റ് പ്രോഫിറ്റിനെ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. കാര്യം 2 ദിവസം മുമ്പാണ് ഗവൺമെൻറ് എക്സ്പോർട്ട് ഡേറ്റ ഡിക്ലെയർ ചെയ്യുന്നത്. എക്സ്പോർട്ട് ഡേറ്റ വീക്കായിരുന്നു. അതിൻ്റെ അർത്ഥം റെഡ് സീ ഇഷ്യൂ പല കമ്പനികളെയും പല ഇൻഡസ്ട്രിയും സീരിയസ് ആയിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. ഏത് ലെവലിൽ എത്ര മാഗ്നിറ്റ്യൂഡിലാണ് ഈ റെഡ് സീ ഇഷ്യൂ ബാധിച്ചെന്ന് ചോദിച്ചാൽ ആർക്കും അതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കത്തില്ല. നമ്മുടെ റിസൾട്ട് കൈ കിട്ടുന്ന സമയത്തോളം റിസൾട്ട് കിട്ടുമ്പോൾ മാത്രമേ എക്സ്പെൻസ് പാർട്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ എന്തുമാത്രമാണ് എക്സ്പെൻസിൽ കൂടുതൽ വന്നിട്ടുള്ളത് ലോജിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ടെന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു ചലഞ്ചിങ് എൻവയറമെൻറ്റിനെ ഫേസ് ചെയ്ത് ബെറ്റർ പ്രോഫിറ്റ്സിലേക്ക്, ബെറ്റർ EBITDA കൊടുത്ത്, ബെറ്റർ EPS കൊടുത്ത കമ്പനികളൊക്കെ ലീഡേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ Q4-ലെ സിമെൻറ്റിൻ്റെ ഡിമാൻഡ് അല്പം വീക്കായിരുന്നു. അത് സിമെൻറ്റ് കമ്പനി റിസൾട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റീൽ കമ്പനീസിൻ്റെ ഔട്ട്പുട്ടിനെയും തീർച്ചയായും Q4 ഡിമാൻഡ് കുറച്ച് ഒന്ന് താഴെ പോയി. ആ സ്റ്റീൽ കമ്പനീസിൻ്റെ EBITDA ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, റിയൽ എസ്റ്റേറ്റ് കമ്പനീസൊക്കെ വളരെ ത്രൈവ് ചെയ്ത ഒരു നിൽക്കുന്നത്. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് കമ്പനീസിൽ തന്നെ B കാറ്റഗറി കമ്പനീസ് ലൈക്ക് ഗണേഷ് ഹൗസിംഗ്, അജ്മീറ പ്രോപ്പർട്ടിയുടെ ഒക്കെ റിസൾട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അജ്മീറ പ്രോപ്പർട്ടി കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു അവരുടെ റവന്യൂ അവരുടെ കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1000 കോടി മുകളിൽ ക്രോസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ കമ്പനികളൊക്കെ എങ്ങനെയാണ് റിസൾട്ട് തരുന്നുള്ളത് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ആ റിസൾട്ട് നമുക്ക് ഫോളോ ചെയ്യാം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് കൂടി വരുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മുതൽ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു കണ്ടീഷൻ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഒരു എൻവയറമെൻറ്റ് ഡിമാൻഡ് കൊടുക്കുന്ന കമ്പനീസാണ് ഡയറി ഫാംസ് ആണ്. ശരിക്കും ബേസിക്കലി അതിൻ്റെ അകത്ത് 3-4 കമ്പനിയുണ്ട്. അതിൻ്റെ ഡോട്ട്ല ഡയറി എന്നുള്ള കമ്പനിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ഫേവറബിൾ എൻവയറമെൻ്റ് ആണ്, വിത്ത് ഫേവറബിൾ ഡിമാൻഡ് പ്രോസ്പെക്ട്സ് ആണ് കമ്പനിക്കുള്ളത്. എക്സലൻറ്റ് വാല്യുവേഷനിലുള്ള കമ്പനിയാണ്. കൺസിസ്റ്റൻ്റ് ആൻഡ് ഇംപ്രൂവിംഗ് ആണ് കമ്പനിയുടെ പെർഫോമൻസ്. 2023-24 ഓരോ ക്വാർട്ടർ എടുത്താലും കൺസിസ്റ്റൻ്റ് ആണ്, ഇംപ്രൂവിംഗ് ആണ്. ആൻഡ് ഇംപ്രൂവിംഗ് ക്വാർട്ടർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് Q3 നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ് വീക്കായി കാര്യം വെച്ചാൽ കമ്പനി Q3-ൽ ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് പേ ചെയ്തു. അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇംപ്രൂവിംഗ് റിസൾട്ട്സ് ആണ് കമ്പനിക്കുള്ളത്. ഓരോ കൊല്ലം റിസൾട്ട് കൊടുക്കേണ്ടിരിക്കുകയാണ്. ഇക്വിറ്റി ഡയലേഷൻ കമ്പനിയിൽ വന്നിട്ടില്ല 2022 മുതൽ, വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ആൻഡ് വളരെ മീഗർ ഡെപ്റ്റേ ഉള്ളൂ, ചെറിയ ഡെപ്റ്റുള്ളൂ, 42 കോടി ആകെ കടവുള്ളൂ. എഗൻസ്റ്റ് റിസർവ് ഓഫ് 992 crores ആണ്. ശരിക്കും അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് 42 കോടി ആകെ കടവുള്ളൂ. സ്ട്രോങ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്, 62.21% പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. എക്സലന്റ് ലിക്വിഡിറ്റി പൊസിഷനുള്ള കമ്പനിയാണ്. തീർച്ചയായും ഈ കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് ഫണ്ടാ പഠിക്കാം. അതിൻ്റെ എങ്ങനെയാണ് റിസൾട്ട് വരുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും. ഒരു പക്ഷേ റിസൾട്ട് നല്ലതാണെങ്കിൽ ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് നമുക്ക് @% ഈ കമ്പനി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ മാത്രമേ എന്തുമാത്രം റിസൾട്ടിൽ ഇംപ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ള ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ബസിംഗ് സ്റ്റോക്സ് ആണ് ഐഷർ മോട്ടോഴ്സ്, ശാരദ മോട്ടോഴ്സ് ആൻഡ് പവർ ഇന്ത്യ, നെച്ചോയിലാണ്. ടൈറ്റ് കൺസോളിഡേഷൻ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ബ്രേക്കൗട്ടാണ്. അത് ട്രേഡിങ്ങിൽ പഠിക്കേണ്ട ഒരു ബ്രേക്കൗട്ടാണ്. അതിന് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടൈറ്റ് കൺസോളിഡേഷൻ ബ്രേക്കൗട്ടിലാണ് ഇന്നലെ SOTL സവിത ഓയിൽ എന്ന് പറയുന്ന കമ്പനി, SOTL എന്ന കമ്പനി ശരിക്കും ഇന്നലെ കയറിപ്പോയത്. 11% ആണ് ഇന്നലെ കമ്പനിയോട് റിട്ടേൺ. അത് ബേസിക്കലി VCP വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേണിൻ്റെ അകത്തുള്ള ടൈറ്റ് കൺസോളിഡേഷൻ, ഒരു ടൈറ്റ് ബേസ് ഫോർമേഷനിൽ നിന്നാണ് ആ ബ്രേക്കൗട്ട് സംഭവിച്ചത്.